ഉമാശങ്കരി എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് കൂടുതൽ ഓർക്കാനെളുപ്പം കുബേരനിലെ ദിലീപിന്റെ നായിക എന്ന വിശേഷണമാകും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അടുത്തിടെയാണ് തനിക്ക് അർബുദം സ്ഥിരീകരിച്ചുവെന്നും ചികിത്സയിലാണെന്നും നടി വെളിപ്പെടുത്തിയത്. ഇത് എളുപ്പമാണെന്ന് താൻ നടിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്രാരംഭഘട്ടത്തിലുള്ള സ്തനാർബുദമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആദ്യം ഞെട്ടൽ, പിന്നെ നിഷേധം, അവിശ്വാസം, വീണ്ടും നിഷേധം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എളുപ്പമായിരുന്നില്ല. അത് അംഗീകരിക്കുന്നതും അത്ര എളുപ്പമല്ലായിരുന്നു. എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് ഇപ്പോൾ, ഇനി എന്ത് സംഭവിക്കും എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. ഇത്തരമൊരു വാർത്ത കേൾക്കാൻ ഒരിക്കലും ആരും പൂർണ്ണമായി തയ്യാറാകില്ല. എനിക്കും എന്റെ കുടുംബത്തിനും അത് തന്നെയായിരുന്നു അവസ്ഥ. ഭയത്തിനിടയിലും അവർ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. എന്നാൽ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും കുടുംബത്തിന്റെ അചഞ്ചലമായ പിന്തുണയ്ക്കുമിടയിൽ ഞെട്ടലിൽ നിന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിലേക്കുള്ള യാത്ര എന്റേതായൊരു അനുഭവമായി മാറി. പിന്മാറില്ല, കീഴടങ്ങുകയുമില്ല. ജീവിതത്തെ അതിന്റെ ഏറ്റവും യഥാർത്ഥ രൂപത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ഭർത്താവിനോട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു. എന്നോടൊപ്പം ധൈര്യത്തോടെ നിന്നതിന് നന്ദി. എന്റെ മകനോട് നിന്റെ കരുത്തിനും സ്നേഹത്തിനും നന്ദി. എന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെയും പിന്തുണയോടെയും പ്രത്യാശയോടെയും എനിക്കൊപ്പം ഉണ്ടായതിന് 1000 നന്ദി. നിങ്ങളുടെ ധൈര്യമാണ് എനിക്ക് കരുത്തായി മാറിയത്. ഇന്ന് എന്റെ ചികിത്സയുടെ ആദ്യ ദിവസമായിരുന്നു. ഓരോ ദിവസവും ഓരോന്നായി നേരിടാനാണ് എന്റെ തീരുമാനം. എന്നിലുള്ള മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ഈ രോഗത്തിനെതിരെ പോരാടും. പൂർണ്ണമായും രോഗമുക്തി നേടി തിരിച്ചു വരുമെന്ന് ഞാൻ സ്വയം വാക്ക് നൽകുന്നു. ഈ യാത്രയിൽ എനിക്കായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് താരം പറഞ്ഞത്. രോഗവിവരം വെളിപ്പെടുത്തി ഇപ്പോൾ പുതിയ പോസ്റ്റിലൂടെ രണ്ടാം ഘട്ട കീമോയ്ക്ക് വിധേയമായപ്പോഴുള്ള അനുഭവം പങ്കുവച്ചു. കീമോ ഇമ്മ്യൂണോ തെറാപ്പിയുടെ രണ്ടാം ഘട്ടത്തിലാണ് ഞാൻ. ഓരോ ദിവസവും ഓരോന്നായി മുന്നോട്ട് പോവുകയാണ്. കഠിനമായ ദിവസങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിക്കുകയാണ്. അതേസമയം കരുത്തു തോന്നുന്ന ദിവസങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. എപ്പോഴും എനിക്കൊപ്പം ഉറച്ചു നിന്ന എൻ്റെ കുടുംബത്തിനും സ്നേഹവും പിന്തുണയും നൽകിയ എല്ലാ ആരാധകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ പോരാട്ടം തുടരുകയാണ്. രോഗമുക്തിയിലേക്കുള്ള യാത്രയിലാണ്. ഒരു നായ്ക്കുട്ടിനെ വാങ്ങിച്ച് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിന് ബ്രോ എന്ന് വിളിച്ചാണ് അങ്ങനെയാണ് ഇവന്റെ ഒരു വരവ്. ബാക്കിയെല്ലാം മറ്റുള്ള ഒരുപാട് ട്രെയിൻ ഡോഗ്സ് ആണ് ശരിക്കും. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ വരവ്, ഈ ഒരു സിനിമയിലേക്ക് വേണ്ടി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അതങ്ങ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് കാരണം ബൈക്കിന്റെ പുറകിൽ നിന്ന് വരിക, ബൈക്കിൽ ചാടി കയറുക എന്നൊക്കെ പറയുന്നത് നല്ല ടാസ്കുള്ള പരിപാടികളാണ്. അതെ, അതൊക്കെ അത്ര സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ സക്സസിനെ കുറിച്ച് ഇന്നിപ്പം എല്ലാവരും സിനിമ കാണുന്നവർ അവരുടെ വീടുകളിലിരുന്നോലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരുന്നിട്ടോ ഒക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എടാ നീ പുതിയ മൂവി കണ്ടോ, അങ്ങനെ എല്ലാവരും സംസാരിക്കും. ഞാൻ വേറൊരു നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വേറൊരു പ്രമുഖനായ ഒരു നടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിറങ്ങിയ അതോടെ നിർത്തണം സിനിമയുടെ. അതിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ആ മൂവി ഫെയിലിയർ ആയാലോ അത് നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കോ നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ഒരു സംസാരത്തിനിടയിലേക്കോ ആ സിനിമ കൊണ്ടുവരരുത്. അത് കഴിഞ്ഞു എന്ന് വെക്കണം എന്ന് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേണ്ണെ സംബന്ധിച്ച് ദിലീപേണ്ണ എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും വിജയവും ഒക്കെ നമ്മുടെ മനസ്സിനെ തൊടുന്ന കാര്യം തന്നെയാണ്. വിജയമെന്ന് നമ്മൾ ആ ഒരു എവറി ഫിലിം എന്ന് പറയുന്ന എനിക്കൊരു മിഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. ആ മിഷൻ സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പക്ഷെ നമ്മൾ 100% അതിനോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഫെയിലിയറായ സങ്കടം ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമ നമ്മൾ ഒരുപാട് കാണുമ്പം ചില സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ ഒരു ആക്ടർ ചെയ്യുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സിനിമകളിൽ ആ ആക്ടർ ഇല്ലെങ്കിൽ വേറൊരു ആക്ടർ ചെയ്താലും ആ സിനിമയിലെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകളിലെങ്കിലും ഒക്കെ. പക്ഷെ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, അവിടെ ദിലീപേട്ടനെ അല്ലാണ്ട് വേറൊരാൾ ഇല്ലെങ്കിൽ ആ സിനിമ അത് ഇപ്പം ഈ പവിയിൽ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇപ്പൊ ദിലീപേട്ടൻ സിനിമ അഭിനയം നിർത്തി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പകരം വേറൊരാൾ ഇല്ല ചെയ്യാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ഇത് ദിലീപ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ദിലീപേട്ടൻ ചെയ്തു വെച്ച റോളുകളെല്ലാം. അതൊക്കെ എങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കൂലോ. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമേ അത് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ശ്രമങ്ങൾ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടേഴ്സ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇതാവുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റാണോ ഇല്ലേന്ന് പറയുന്ന ആൾക്കാരും കൂടി കറക്റ്റ് ആവുക എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ എല്ലാവരും ചേരുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടല്ലോ. അതിനപ്പുറം ആ ഒരു വിധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ സിനിമകളിലും നമ്മൾ ഓരോ സിനിമകളിലും കലാകാരൻ എന്നുള്ള രീതിയിൽ പല വഴിക്കും പല രീതിയിലൊക്കെ നമ്മൾ വരാൻ നോക്കും. പക്ഷെ എല്ലായിടത്തും ആ ദിലീപിന്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നേച്ചർ ക്യാരക്ടർ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനിയും അതുപോലത്തെ സിഗ്നേച്ചർ ക്യാരക്ടർ ദിലീപനെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊരു ചെറിയ ഒരു കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ അയവിറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഫേവറേറ്റ്സ് വിത്ത് ദിലീപേട്ടൻ. അതായത് ദിലീപേട്ടൻ തന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെയും, ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോ ആണല്ലോ, ഈ ഓരോന്നും എടുക്കുക, അവരുമായിട്ടുള്ള ദിലീപേട്ടനെ ഷെയർ ചെയ്യാൻ പറ്റും, നിന്ന് ദിലീപേട്ടൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേതാന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഓരോന്നും എടുത്തിട്ട് ആരാന്ന് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മതി. ഓരോന്ന് ഇങ്ങനെ പോവാം. ആദ്യം എടുക്കണം ആരുടെ ഫോട്ടോ? ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കണേ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താണ് വന്നത് എന്ന് വെച്ചാൽ എന്നെ അറിയപ്പെട്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെയാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പേഴ്സണലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു എന്താ പറയുക, ഒരു ഗൈഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ മുന്നിലേക്ക് നയിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരാളായിരുന്നു ഇന്നസെന്റ്. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട്, കാരണം അത്രയും ഞാൻ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരാളാണ്, ലെജൻഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എല്ലാ സ്ഥലത്തും പുള്ളീനെ കാണാമെന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടില്ല, പുള്ളിയുടെ രീതി തന്നെ പുള്ളി പറയുന്നത് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ആളെ സാഹിത്യകാരന്മാരുടെ ലോകത്തും ഇരിക്കണ കാണാം, എഴുത്തുകാരുടെ, കവിക്കാരെ, ഇതൊക്കെ എല്ലാ കലാരെങ്കിലും പുള്ളി കാണാം. രാഷ്ട്രീയക്കാരെ നോക്കി MP ആയിട്ടിരിക്കുക അവിടെ കാണാം. ഈ എല്ലാ തലത്തിൽ നിന്ന് ഇത്രയും ആളുകളെ മേച്ച് അമ്മയുടെ പ്രസിഡന്റായിട്ട് എത്രയോ കാലമായിട്ട്, അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നേച്ചറില്ലേ അതുണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു പ്രസ്ഥാനമാണത്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ ശബ്ദം. മറ്റത് മിക്ക ദിവസവും കേട്ടിരുന്ന ശബ്ദം അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം. തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ വെച്ചാൽ നമ്മളെ വിട്ടേക്കും പോവില്ല. നാദിർഷ ഇതിനെ പറ്റി ഞാൻ എന്താ പറയണേ? പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ കൂടെ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് എല്ലാവരും പറയുള്ളൂ. അതെ, ദിലീപേട്ടൻ തന്നെ. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള എൻ്റെ സുഹൃത്താണ്, കാരണം മിടുക്കനാണ്. ഇവനെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാം, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്, എന്തിനായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു, അതൊക്കെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായിട്ട് ബിസിനസ്സുകളും, ഞാൻ ബിസിനസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കലാരംഗത്ത് ഇതുള്ളതും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നതിൽ ഒരാളവനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഇതായിരുന്നു, ഞാനും നാദിർഷയും മണിയും. അതിൽ ഞങ്ങളുടെ ചങ്കൂറ്റായിരുന്നു മണി. ഞങ്ങൾ ഷോസ് പോവുകയാണെങ്കിൽ ഞാൻ ഇവനില്ലാണ്ടെങ്കും, ഞാൻ എന്നും മിമിക്രി തുടങ്ങി ആ കാലം മുതൽ എവിടെയെങ്കിലും ഷോ പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെ കുറേ എൻ്റെ ഫാമിലി അവൻ്റെ ഫാമിലിയൊക്കെ ഒരേ ഇതിൽ പോകുന്ന മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ എന്താണെന്ന് അവനും അറിയാം, അവൻ എന്താണെന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയുന്ന ഒരു അത് വേറെ